പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിനോട് ചെയ്യപ്പെട്ട നിന്ന അപമാനങ്ങൾക്ക് പരിഹാര ജപം. അളവില്ലാത്ത മഹിമയും പ്രതാപവുമുള്ള ഈശോ മിശിഹായെ, അവാച്യമായ അങ്ങയുടെ കരുണയും സ്നേഹവും ഒരു ഭാഗത്തും ഞങ്ങളുടെ നന്ദിയില്ലായ്മ മറുഭാഗത്തും കാണുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങൊന്ന് ഈ ലോകത്തിൽ എഴുന്നള്ളി മനുഷ്യാവതാരം ചെയ്യുമ്പോൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടി അവർണ്ണനീയമായ സങ്കടങ്ങളും പീഡകളും അവസാനം ഏറ്റവും അപമാനം നിറഞ്ഞ കുരിശുമരണവും സഹിച്ചിട്ടും അങ്ങേ സ്നേഹത്തിന് മതിയായില്ല. നന്ദിഹീനരായ പാപികളിൽ നിന്ന് വീണ്ടും അധികമായി അപമാനവും നിന്ദയും അനുഭവിക്കണമെന്നറിഞ്ഞിരുന്നിട്ടും എല്ലായ്പ്പോഴും മനുഷ്യപുത്രനോട് കൂടെ വസിക്കുവാൻ വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചുവല്ലോ. അങ്ങയുടെ അതുല്യതയെയും അളവറ്റ സ്നേഹവും കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേർപിരിയാത്ത തുണയായിരുന്നു. ഞങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ദിവ്യകൂദാശയിൽ സന്നിധി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നന്ദിയില്ലാത്തവരായിരിക്കുന്നു. ഞങ്ങളുടെ അനാചാരത്താലും ഓരോരോ പാപത്താലും അങ്ങേക്ക് വരുത്തി നിന്ന അപമാനങ്ങൾ എത്ര ഭയങ്കരം! ഞങ്ങളിൽ ചിലർ അങ്ങേ സന്നിധിയിൽ അപമര്യാദയോടെ പെരുമാറുന്നു. മറ്റു ചിലർ തങ്ങൾക്ക് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ഭയപ്പെടാതെ ചാവദോഷത്തോടെ വിശുദ്ധ കുർബാനയിൽ അങ്ങേ സ്വീകരിക്കുന്നു. ആകയാൽ അങ്ങേ ആരാധനയിലും ദിവ്യപൂജയിലും പങ്കുകൊള്ളാതെ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ അവഗണിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള പിതാവേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്കായിട്ട് എന്തെല്ലാം ശിക്ഷ കൽപ്പിച്ചാലും അത് എത്രയും പോരാത്തത് ആയിരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു. എങ്കിലും ഞങ്ങളുടെ അക്രമങ്ങളെക്കാൾ അങ്ങയുടെ അനുഗ്രഹം അധികമായാൽ പാപിയുടെ മരണത്തെ അങ്ങൊന്ന് ആഗ്രഹിക്കാതെ അവൻ മനസ്സ് തിരിയുന്നതിനും ജീവിക്കുന്നതിനും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. കർത്താവെ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ പിന്തിരിഞ്ഞു വരുന്നു. ആകയാൽ കർത്താവെ, എത്രയും എളിമയോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കുന്നതിന് അങ്ങേ തിരുരക്തം അവസാന കണിക വരെ ചിന്തുവാനും അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ജീവദായകമായ ദിവ്യജലം പുറപ്പെടുവിക്കാനും തിരുമനസ്സായ കർത്താവെ, ഇപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്താലും ദിവ്യജലത്താലും ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധമാക്കി അരുളണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവാച്യമായ സ്നേഹത്താൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വസിക്കുന്ന മാധുര്യവാനായ ഈശോയെ, സ്നേഹത്തിന്റെ ഏകകാരണമായ രക്ഷകനെ, അങ്ങ് പരമകർത്താവാകുന്നുവെന്നും ആധിപത്യമുള്ള രാജാവായ എൻ്റെ ദൈവമാണെന്നും വിശ്വസിച്ച് അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. അങ്ങേ എത്ര എളിമയോടും കൂടെ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് പാത്രമായ ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയോട് പാപികൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ കാര്യമായി വിചാരിക്കരുതേ. അങ്ങ് ഞങ്ങളുടെ മേൽ കാണിക്കുന്ന അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് പൂർണ്ണ മനസ്സോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അനന്തമഹിമയുള്ള പരമദൈവമേ, ഞങ്ങളുടെ നന്ദികേടിനെ കുറിച്ച് ഏറ്റവും വ്യസനപ്പെടുന്നു. ആരാധനയ്ക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയോട് ചെയ്യപ്പെട്ടതും ഇനി ചെയ്യപ്പെടാൻ ഇരിക്കുന്നതും ആയ സകല ദുഃഖങ്ങൾക്കും അപമാനങ്ങൾക്കും പരിഹാരമായി ഉത്തമ മനസ്താപത്തോടു കൂടി ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ കർത്താവെ, മുമ്പ് ഞങ്ങൾ തന്നെ പലപ്പോഴും അങ്ങേ സന്നിധിയിൽ വണക്കക്കുറവായി പെരുമാറിയതിനും സ്നേഹവും ഒരുക്കവും കൂടാതെ അങ്ങേ ഉൾക്കൊണ്ടതിനും ഇപ്പോൾ ഞങ്ങൾ സങ്കടപ്പെടുന്നു. ദയുള്ള കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് അങ്ങയുടെ അളവില്ലാത്ത കാരുണ്യം മാത്രം ഓർക്കണമേ. അളവറ്റ സ്നേഹം വിളങ്ങുന്ന ഈ വിശുദ്ധ കുർബാനയിൽ അങ്ങേ ആരാധിക്കുവാനും എല്ലാ മനുഷ്യരുടെയും
ആരാധനകൾ അങ്ങേക്ക് സമർപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാലാഖമാരും പുണ്യവന്മാരും അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നത് പോലെ ഞങ്ങളും സത്യമായിട്ട് പൂർണ്ണ മനസ്സോടെ അങ്ങേ സ്നേഹിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. ഞങ്ങൾ സാഷ്ടാംഗം വീണു വണങ്ങുന്നു. അങ്ങയുടെ ഈ തിരുശരീരത്തെയും വിലമതിയാത്ത തിരുരക്തത്തെയും കുറിച്ച് ഞങ്ങൾ ഇനിയും വിശുദ്ധ കുർബാനയിൽ അങ്ങേ ഭയഭക്തിയോടുകൂടെ സദാസമയം ആരാധിക്കുവാനും വേണ്ട ഒരുക്കത്തോടെ കൈക്കൊള്ളുവാനും ഇടയാക്കണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ മരണശേഷം സകല മോക്ഷവാസികളോടുകൂടെ പരമാനന്ദ ഭാഗ്യത്തിൽ സന്തതം അങ്ങേ കണ്ട് സ്തുതിച്ചു വാഴുന്നതിന് യോഗ്യരാകുവാനും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരനും ഞങ്ങളുടെ ഗുരുവുമായിരിക്കുന്ന ഈശോ തൻ്റെ സഹോദരങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേക്ക് സമർപ്പിക്കുന്ന തിരുശരീരത്തെയും തിരുരക്തത്തെയും തൃക്കൺ പാർത്ത് ഞങ്ങളുടെ എണ്ണമില്ലാത്ത അക്രമങ്ങൾ പുറത്തു കൊള്ളണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കർത്താവെ, അങ്ങേ കോപം അടക്കണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അങ്ങനെ താമസിക്കരുതേ. എന്തെന്നാൽ അങ്ങയുടെ തീരുമാനം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രത്യേകമായി ഞങ്ങൾ അധിവസിക്കുന്ന ദേശത്തെ സമാധാനത്തിൽ കാത്തു പരിപാലിച്ച് ആശീർവദിക്കണമെന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ആമേൻ.